നമസ്കാരം. സമകാലികത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാടിനായി പരിസ്ഥിതിക്കായി ഒന്നിക്കാം, കൈകോർക്കാം, കാവലാകാം. വീണ്ടും ഒരു ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനത്തിൽ ഭൂമിയെ സംരക്ഷിക്കാനും ഭൂമി നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളും പ്രസക്തമാവുകയാണ്. ഏതായാലും നമ്മുടെ പരിസ്ഥിതിയെ പച്ചപ്പണിയിക്കാൻ കൂടുതൽ ശ്രമങ്ങൾ വരും ദിവസങ്ങളിലും നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് വീണ്ടും രാജ്യം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. 11 വർഷമായി വിവിധ പരിപാടികളാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദമായി സമകാലികം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്: പരിസ്ഥിതി വികസിത ഭാരതം. ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ഡോക്ടർ മീര അസ്മി, ചെയർവുമൺ വി ഗ്രോ ഫോറസ്റ്റ് ഫൗണ്ടേഷൻ, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരുന്നു. ഒപ്പം ശ്രീ ഇ പി അനിൽകുമാർ, പരിസ്ഥിതി പ്രവർത്തകൻ, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ അല്പസമയത്തിനകം ചേരും. ശ്രീ ബിജു കാരക്കോണം, പ്രകൃതി വന്യജീവി ഫോട്ടോഗ്രാഫർ, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരുന്നു. ഒപ്പം ശ്രീ കാവാലം ശശികുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, വീഡിയോ കോളിൽ ചേരുകയാണ് കോഴിക്കോട് നിന്നും. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. വിശദമായൊരു റിപ്പോർട്ട് കണ്ടതിനു ശേഷം നമുക്ക് അതിഥികളിലേക്ക് വരാം. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിൽ ജനങ്ങളോട് പരിസ്ഥിതി സൗഹൃദം പ്രോത്സാഹിപ്പിക്കണമെന്നാവശ്യപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭാവി തലമുറയെ പച്ചപ്പുള്ളതാക്കാൻ കൂട്ടായ ശ്രമം വേണമെന്നും രാഷ്ട്രപതി എക്സിൽ കുറിച്ചു. എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമം ഭൂമിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. പച്ചപ്പും വൃത്തിയും പ്രതിരോധശേഷിയുമുള്ള ഭാവിക്കായി കൂട്ടായ പ്രവർത്തനം വേണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഭൂമിയെ സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി വെല്ലുവിളികൾ അതിജീവിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭഗവാൻ മഹാവീർ വനസ്ഥലി പാർക്കിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകി. ഏക് പേട് മാ കെ നാം സംരംഭത്തിന്റെ ഭാഗമായി അദ്ദേഹം ആൽമരത്തൈയും നട്ടു. ആരവല്ലി പർവ്വതനിരകളുടെ 700 കിലോമീറ്റർ ചുറ്റളവിൽ വനവൽക്കരണം ലക്ഷ്യമിടുന്ന ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. വനവൽക്കരണം, ജലാശയങ്ങളുടെ പുനഃസ്ഥാപനം എന്നിവയിലൂടെ ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ പ്രതിരോധം മെച്ചപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡൽഹി സർക്കാരിന്റെ സുസ്ഥിര ഗതാഗത സംരംഭത്തിന് കീഴിൽ 200 ഇലക്ട്രിക് ബസ്സുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗിൽ സിന്ദൂർ തൈ നട്ടുപിടിപ്പിച്ച് പ്രധാനമന്ത്രി. 1971 യുദ്ധത്തിൽ അസാമാന്യ പോരാട്ട വീര്യം കാഴ്ചവെച്ച കച്ചിലെ സ്ത്രീകൾ മോദിക്ക് സമ്മാനിച്ച വൃക്ഷത്തൈയാണ് ഔദ്യോഗിക വസതിയിൽ നട്ടത്. കച്ചിലെ സന്ദർശനത്തിനിടെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു കൂട്ടം വനിതകൾ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് അദ്ദേഹത്തിന് സിന്ദൂർ തൈകൾ സമ്മാനിക്കുകയായിരുന്നു. തന്റെ വസതിയിൽ സിന്ദൂർ തൈ നടുമെന്ന് അവർക്ക് പ്രധാനമന്ത്രി ഉറപ്പും നൽകിയിരുന്നു. പരിസ്ഥിതിയെ കൂടുതൽ പച്ചപ്പുള്ളതും മികച്ചതുമാക്കാൻ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. അമ്മയുടെ പേരിൽ ഒരു മരം. ഒപ്പം ഇന്ത്യയിലെ സ്ത്രീകളുടെ ധൈര്യത്തിന്റെ പ്രതീകമായി സിന്ദൂരവൃക്ഷം നട്ടുകൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞ വാക്കുകളെ ആവേശത്തോടെ ഓരോ ഇന്ത്യക്കാരും ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ പരിസ്ഥിതിയെ പച്ചപ്പണിയിക്കാൻ കൂടുതൽ മികച്ചതാക്കാൻ പരിശ്രമിക്കുന്ന ഓരോരുത്തർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇവിടെ ഡോക്ടർ മീര അസ്മിയിലേക്ക് പോകുമ്പോൾ ചെയർ വുമൺ തന്നെ ചേരുകയാണ് വി ഗ്രോ ഫോറസ്റ്റ് ഫൗണ്ടേഷനിലേക്ക്. നമ്മളിവിടെ ആമുഖമായി പറഞ്ഞത് റിപ്പോർട്ടിൽ കണ്ടതൊപ്പം അമ്മയുടെ പേരിൽ ഒരു മരം, ഒപ്പം സിന്ദൂരവൃക്ഷം നട്ടുകൊണ്ട് രാജ്യത്തിന് ഇന്ന് പ്രധാനമന്ത്രി നൽകിയ വാക്കുകൾ. ഈ ഒരു പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം കൂടി വരികയാണ്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള പോരാട്ടം വരും ദിവസങ്ങളിലും കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം നമ്മുടെ പ്രകൃതിക്കായി എന്നുള്ള ആ വാക്കുകൾ ഈ പരിസ്ഥിതി ദിനത്തിൽ ആമുഖമായി പറയാനുള്ളത് എന്താണ്? ലോക പരിസ്ഥിതി ദിനം 2025 തീം എന്ന് പറയുന്നത് ബീറ്റ് ദ പ്ലാസ്റ്റിക് എന്നുള്ള തീമാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യയുടെ ഒരു പ്രാധാന്യം വെച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 11 വർഷക്കാലവും നമ്മൾ കണ്ടുവന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയോട് ഒത്തിണങ്ങി ചേർന്നിട്ടുള്ള ഒരു വികസന പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നർച്ചർ ദ നേച്ചർ ബിക്കോസ് ദ നേച്ചർ വിൽ നർച്ചർ അസ് ഓൾ. അതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു വികസന പദ്ധതിയുടെ മുൻപന്തിയിൽ കൊണ്ടുവന്ന ഒരു വാക്യമാണത്. എന്നുവെച്ചാൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കുമോ അത്രത്തോളം പ്രകൃതി നമ്മളെ സംരക്ഷിക്കും. അതൊരു ആപ്തവാക്യമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ വികസന പദ്ധതികളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2025 ലോക
എൻവയോൺമെൻറ്റ് ഡേ, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീം എന്ന് പറയുന്ന ബീറ്റ് ദ പ്ലാസ്റ്റിക്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒരുപാട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുറവ് നമ്മുടെ ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിഹേവിയറൽ ചേഞ്ചാണ്. ആൾക്കാരിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ബിഹേവിയറൽ ചേഞ്ചാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് പറയുന്നത്. കാരണം ഓരോ തട്ടിലും, ഓരോ സ്കൂൾ തലത്തിലാണെങ്കിലും, ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും, കോർപ്പറേറ്റ്സിലാണെങ്കിലും അവർക്കുള്ള അവയർനെസ്സും കാര്യങ്ങളും കൊടുക്കുന്നതിനനുസരിച്ച് എല്ലാവർക്കും ഒരു ഉത്തമമായ ബോധ്യമുണ്ട് എന്താണ് സസ്റ്റൈനബിൾ ലിവിങ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കമ്പനീസ് ആണെങ്കിലും അവരുടെ ESG കംപ്ലയൻസ്, എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ഗവർണൻസിൻ്റെ കംപ്ലയൻസ് വളരെ കൃത്യമായിട്ട് തന്നെ അവർ അനുഷ്ഠിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വികസനത്തിൻ്റെ ഭാഗം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഒരുപാട് മുന്നിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കണ്ടമാനം കുറച്ചിട്ടുണ്ട്. നമുക്ക് റിന്യൂവബിൾ എനർജിയിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോളാർ മേഖലയിൽ വലിയൊരു മുന്നേറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയുടെ റിന്യൂവബിൾ റിസോഴ്സസിനെ കൂടുതൽ ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മീരാസ്മി, വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അതേസമയം സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ള ഗൗരവമുള്ളൊരു സാഹചര്യത്തെ മനസ്സിലാക്കി ഓരോരുത്തരും, അവിടെ സാറ് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയോ ഒരു സംഘടനയോ ഒരു സർക്കാരോ മാത്രമല്ല, ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യകത. അവിടെ വീഗ്രോ ഫോറസ്റ്റ് ഫൗണ്ടേഷനിലേക്ക് തന്നെ വരുമ്പോൾ എങ്ങനെയാണ് ഈ എൻജിഒയിലേക്ക് എത്തിയത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇനി ഭാവിയിൽ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ പങ്കുവയ്ക്കാനുള്ളത് എന്താണ്? വീഗ്രോ ഫോറസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എൻവയോൺമെൻറ്റൽ NGO ആണ്. ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഞങ്ങളൊരു രജിസ്റ്റേർഡ് എൻറ്റിറ്റി ആയിട്ട് കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിലാണ് ഞങ്ങളൊരു രജിസ്റ്റേർഡ് എൻറ്റിറ്റി ആയിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും വീഗ്രോ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അർബൻ ഫോറസ്ട്രി ഇനീഷ്യേറ്റീവ്സ് ആണ്. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഒരു ആവാസ കേന്ദ്രം, ഒരു എക്കോ സിസ്റ്റത്തിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേറ്റീവായിട്ടുള്ള നേറ്റീവ് സാപ്ലിങ്സ്, നേറ്റീവ് ഗ്രോയിങ് സാപ്ലിങ്സിന് കൂടുതൽ മുൻതൂക്കം കൊടുത്ത്, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഭാഗത്തും അതാത് ചെടികൾ, അതാത് നാട്ടുചെടികൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ അത് വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അത് ശരിക്കും ആ ഒരു ചുറ്റുപാടുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരുകയും നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ അത് ഒരു ഫലവത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഫ്രൂട്ട് ഫോറസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മനുഷ്യർക്ക് മാത്രമല്ല ഈ ഭൂമി എന്ന് പറയുന്നത് ചിത്രശലഭങ്ങൾക്കും പക്ഷികൾക്കും അണ്ണാനും മരം കൊത്തിക്കും എല്ലാവർക്കും ഒരേ തുല്യമായ അവകാശമാണ് ഈ ഭൂമിയിലുള്ളത്. മനുഷ്യൻ മാത്രമേ ഈ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്ത് ഇല്ലായ്മ ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം മനുഷ്യൻ ആ റിസോഴ്സസ് എത്രത്തോളം ഉപയോഗിക്കാവോ അതുപോലെ തന്നെ തിരിച്ചു നൽകേണ്ട ഒരു ബാധ്യതയും മനുഷ്യർക്കുണ്ട്. അതിൻ്റെ ഒരു ഫിലോസഫീനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കൂടുതലും പ്ലാന്റിംഗ് ഡ്രൈവ്സ് ഞങ്ങൾ ചെയ്യാറുണ്ട്, സ്കൂൾ തലങ്ങളിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്, കോളേജ് ക്യാമ്പസുകളിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്, ഈ പറയുന്ന കോർപ്പറേറ്റ്സിൻ്റെ അവരുടെ പരിസരങ്ങളിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലെല്ലാം അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലാന്റിംഗ് ഡ്രൈവ്സ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എയർഫോഴ്സ് ബേസിലും അതുപോലെ തന്നെ നേവൽ ബേസ് ക്യാമ്പിലുമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും അവിടെ എവിടെ ഞങ്ങൾ ചെടി നട്ട് കഴിഞ്ഞാലും ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1095 ദിവസം, അത്രയും ദിവസം ഞങ്ങളത് ശരിക്കും പരിപാലിക്കും. കാരണം അത്രത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കാഷ്വാലിറ്റീസ് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ഒരു ചെടിക്ക് അത് ആ പ്രകൃതിയായിട്ടാണെങ്കിൽ അത് പുതുജീവൻ ഇനി സ്വയം അതിന് നിലനിൽക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഇതിലേക്ക് ഞങ്ങൾ ചെയ്തിട്ടാണ്, ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഓരോ പ്രോജക്റ്റും ചെയ്തുകൊണ്ടുവരുന്നത്. തീർച്ചയായും അതിലേക്കും വിശദമായി തന്നെ വരാം. ഡോക്ടർ മീരാസ്മി, ഇപ്പോൾ NGO ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറയുകയുണ്ടായി. ഈ അർബൻ ഫോറസ്റ്റ്, കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരത്തെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ നേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ വ്യവസ്ഥയായിട്ട് ഒത്തുചേർന്ന് പോയി അധികം കാഷ്വാലിറ്റീസ് ഇല്ലാണ്ട് അത് പരിസ്ഥിതിയായിട്ട് ചേർന്ന് വളരെ പെട്ടെന്ന് ഒരു ഫലം തരുന്ന രീതിയിലുള്ള ഒരു വളർച്ചയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ
ഇതിപ്പോൾ ഉത്തരവാദിത്തം എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ എല്ലാവരും ഒരുമിച്ച് അനുഭവിക്കുകയാണ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ദ ഹാബിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ പുലർത്തിക്കൊണ്ടുവന്ന് കുറേ ബിഹേവിയർ പാറ്റേൺസ് ഉണ്ട്, കുറേ ഹാബിറ്റ്സ് ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തരും അത് ശരിക്കും സ്വയം മനസ്സിലാക്കി സ്വയം തിരുത്തലിൻ്റെ പാതയിലേക്ക് വന്നാൽ മാത്രമേ ഈ പറയുന്ന ഒരു സസ്റ്റൈനബിൾ ലിവിങ്ങിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും ഞങ്ങൾ ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻസും ഇതെല്ലാം ഞങ്ങൾ നടത്താറുണ്ട്. സ്കൂൾ തലത്തിൽ അവയർനെസ് ക്യാമ്പയിൻസ് നടത്താറുണ്ട്, കോളേജസിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. കാരണം വരും തലമുറ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാവണം. അവർക്കാണ് ഈ മാറ്റം എന്താണ് ഇത് എന്തിലേക്കാണ് നയിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ശരിക്കും വരും തലമുറ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് നല്ലൊരു രീതിയിൽ മുന്നിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള അവയർനെസ് ക്യാമ്പയിൻസും ഒരുപാട് തരത്തിലുള്ള നമ്മൾ കോഴ്സസും ചെറിയ പാഠ്യ വിഷയങ്ങളും ഇതെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലുള്ള കുട്ടികൾ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആവട്ടെ അല്ലെങ്കിൽ ലോ സ്റ്റുഡൻസ് ആവട്ടെ, എല്ലാ മേഖലയിലുള്ള സ്റ്റുഡൻസും അവരുടെ ഒരു പാഠ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കമ്പൽസറി ഒരു വോളണ്ടിയർഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്പൽസറി ഇന്റേൺഷിപ്പ് ഈ പറയുന്ന ഒരു എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷൻസിൽ നടത്തുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവയർനെസ്സിൻ്റെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് അത് കാഴ്ചവെക്കുന്നത്. കാരണം എല്ലാവരും അത് ബോധവാന്മാരാവുകയാണ്. ശരിക്കും നമ്മളിപ്പോൾ ഈ വർഷത്തിൻ്റെ തീം എന്ന് പറഞ്ഞത് ബ്രേക്ക് ദ പ്ലാസ്റ്റിക്. ഇഫ് യു വോണ്ട് ടു ബ്രേക്ക് ദ പ്ലാസ്റ്റിക് വി ഹാവ് ടു ബ്രേക്ക് അവർ ഹാബിറ്റ്സ്. നമ്മുടെ ആ ഒരു ഹാബിറ്റ്സ് നമുക്ക് മാറ്റിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ചെയ്യുന്ന വേറൊരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് സാരി ഡൊണേഷൻ ക്യാമ്പയിനാണ്. ഞങ്ങൾ ശരിക്കും യൂസ്ഡ് സാരീസ് ഞങ്ങൾ ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ മേടിച്ചിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ക്ലോത്ത് ബാഗ്സ് ആയിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഞങ്ങളിപ്പോൾ ഈ ആറ്റുകാൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ പൊങ്കാലയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് സാരികളിൽ നിന്നും ക്ലോത്ത് ബാഗ്സ് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. അപ്പം ഇതൊക്കെ വളരെ ചെറിയ ആക്ടിവിറ്റീസാണ്. പക്ഷേ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസബിലിറ്റി എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും, പക്ഷേ എന്താണ് സൊല്യൂഷൻ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾക്കാണ് ഞങ്ങൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രവൃത്തിയിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും അവയർനെസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും. വ്യക്തമാണ്. സത്യസന്ധമായി പ്രകൃതിയോടൊപ്പം ജീവിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകണമെന്ന് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെയധികം നന്ദി ശ്രീ പി അനിൽകുമാർ, ഡോക്ടർ മീരാസ്മി, ശ്രീ കാവാലം ശശികുമാർ, ശ്രീ ബിജു കാരക്കോണം ഈ വിഷയത്തിൽ ഇത്രയും നേരം വിശദമായി സംസാരിച്ചതിന്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.